അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെടി അറിയാമായിരിക്കും അല്ലേ? നമ്മുടെ നാട്ടിൽ ശീമക്കൊന്നാന്നൊക്കെ ഇങ്ങനെ പറയും. വേലി കെട്ടാനൊക്കെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അങ്ങനെ വഴിയിൽ നിന്ന് മിൻഹനെ വിളിക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിൽ ചെറി ബ്ലോസം വന്ന പോലെയാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത്. അതായത് യൂറോപ്പിലും ജപ്പാനിലൊക്കെ ഉണ്ടാവില്ലേ ചെറി ബ്ലോസം ട്രീ, അല്ലെങ്കിൽ ജപ്പാനിലൊക്കെ മെയിനായിട്ട് ഈ വിസ്റ്റീരിയ സീസണൊക്കെ വരില്ലേ, വിസ്റ്റീരിയ പൂ, അതിൻ്റെ ഒരു മറ്റൊരു മോഡലാണിത്. അത് നോക്കി ഇങ്ങനെ നിന്നപ്പോഴാണ് താഴെ കുന്നിക്കുരുവിൻ്റെ ചെടി കണ്ടത്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെടി വള്ളിച്ചെടിയാണെന്ന് അറിയുന്നതും. ഇത്ര നാളെ ഞാൻ വിചാരിച്ചിരുന്നത് മരത്തിൽ നമ്മുടെ മഞ്ചാടിയൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ മഞ്ചാടി ഉണ്ടാവുന്നത് പോലെ മരത്തിലാണ് ഉണ്ടാവുന്നതെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. ആദ്യമായിട്ടാണ് ഇതിങ്ങനെ വള്ളിച്ചെടിയായിട്ട് താഴെ പടർന്നിങ്ങനെ കിടക്കുന്നത് കാണുന്നത്. കുട്ടികൾ പിന്നെ കുന്നിക്കുരുവും മഞ്ചാടിയും ഒന്നും കണ്ടാൽ വിടില്ലല്ലോ. കണ്ണൻ്റെ കാലം തൊട്ടേ കുട്ടികൾക്ക് മഞ്ചാടിയും കുന്നിക്കുരുക്കളോടാണല്ലോ പ്രിയം. അപ്പോൾ ഇത് രണ്ടാളത് വാങ്ങിച്ച് നോക്കി ഇതേ സ്വന്തമായിട്ട് തന്നെ പറിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഭയങ്കര വിഷമുള്ളൊരു സാധനമാണ്. രണ്ടെണ്ണം വയറ്റിൻ്റെ ഉള്ളിൽ പോയ ആൾ മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ മരിച്ചു പോകുന്നൊക്കെയാണ് പറയുന്നത്. വീട്ടിലെത്തിയപ്പോഴേക്കും ഔഷധങ്ങളെ കുറിച്ചിട്ടുള്ളൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ കുന്നിക്കുരുവിനെ കുറിച്ച് നോക്കിയപ്പോഴേക്കും നന്നായി ചൂടാക്കുമ്പോൾ അതിൻ്റെ വിഷാംശങ്ങൾ പോകുമെന്നാണ് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്, വിഷമാണ് എങ്കിലും ഔഷധത്തിനും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ സ്കിന്നിൻ്റെ അലർജി അങ്ങനത്തെ അസുഖങ്ങൾക്കൊക്കെയാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. എങ്കിലും കുട്ടികളുള്ള ഭാഗത്ത് ഇത് വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ ഗുരുവായൂർ എങ്ങാനും പോകുമ്പോഴേക്കും അവിടെ കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറിച്ചത്. അങ്ങനെ കുന്നിക്കുരു പറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ വേറൊരു കാഴ്ച കാണുന്നത്. കടുത്തൂവ അല്ലെങ്കിൽ കടുത്തുമ്പ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചെടിയും കൂടി ഉണ്ട് കേട്ടോ. അതിൽ തൊട്ട് കഴിഞ്ഞാൽ ചൊറിച്ചിലായിരിക്കും, ദേഹം മുഴുവനും ചൊറിയെന്നൊക്കെയാണ് പറയുന്നത്. അതും ഇതേപോലെ വിഷമുള്ള ചെടിയാണ് കേട്ടോ. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കൈയിട്ട് കുന്നിക്കുരു പെറുക്കുമ്പോഴും എൻ്റെ കൈ ഇടയ്ക്ക് ചൊറിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് പിന്നീടാണ് ചേട്ടൻ പറയുന്നത് ഇതാണ് കടുത്തൂവ, അത് തൊട്ട് കഴിഞ്ഞാൽ ചൊറിയും, ഭയങ്കര ഡേഞ്ചറാണെന്ന് പറയുന്നത്. അപ്പോഴേക്കും എൻ്റെ കൈ പകുതി ചൊറിഞ്ഞ് ഞാൻ പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് ആ സാധനം. നീണ്ട തുമ്പ പോലെ തന്നെയാണ് അതിൻ്റെ ഇലകൾ ഇരിക്കുന്നത്. കുന്നിക്കുരു പെറുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടാളും അവിടെ തന്നെ നിന്ന് കളിയായിട്ടാ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ആദ്യം ചോദിച്ചത് കുന്നിക്കുരു എവിടെയെന്നാണ് കേട്ടോ. അന്ന് കുന്നിക്കുരു പുറത്തേക്ക് എടുത്തു, അതിൻ്റെ കുരു മാത്രം നമ്മൾ എടുത്തിട്ട് ബാക്കിയെല്ലാം കളയാണ്. അപ്പം അതിനിടയ്ക്ക് ഇവർ വായിൽ വെക്കുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. രണ്ടാളും അങ്ങനെ വായിലൊന്നും വെച്ചില്ല കേട്ടോ. ഓരോന്നായിട്ട് എടുത്ത് ഇന്ത്യയിൽ തരികയാണ്. ഇന്ത്യയിൽ തന്നെ അത് തരുന്നുണ്ട്. രണ്ടാളും മത്സരത്തോടെ ആരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തരുന്നുള്ള രീതിയിലാണ് അത് ഓരോന്ന് പെറുക്കി എനിക്ക് തരുന്നത് കേട്ടോ. ഇനി നമുക്ക് കണ്ണനെ കാണാൻ പോകുമ്പോൾ ഇത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതെനിക്ക് ഇത്ര ഇൻട്രസ്റ്റിൽ അത് പെറുക്കി തരുന്നത്. അപ്പോൾ ഇനി വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം കേട്ടോ.